ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമുക്ക് ഒരുപാട് പെറ്റ്സുകൾ നല്ല റേറ്റ് കുറവിനൊക്കെ സെയിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ വീഡിയോയുടെ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടാലാണ് നിങ്ങൾക്ക് സീരിയൽ നമ്പറും അതുപോലെ ബ്രീഡേഴ്സിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്കിന്ന് ആദ്യമായിട്ട് സെയിലിൽ വന്നിരിക്കുന്നത് ഹസ്കിയുടെ ഒരു 10 മാസമായിട്ടുള്ള ഒരു മെയിൽ ഡോഗാണ് വന്നിരിക്കുന്നത്. വിത്തൗട്ട് KCI 25 രൂപയാണ്, 25,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 10 മാസമായിട്ടുള്ള നല്ല ഹെയർ ക്വാളിറ്റി ഉള്ള ഹസ്കിയുടെ മെയിലാണ് വന്നിരിക്കുന്നത്. 25,000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. നെഗോഷ്യബിൾ ആണ് റേറ്റ്. അപ്പോൾ ഈ അഡൽട്ട് ഹസ്കിയുടെ മെയിലിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഇല്ല, ഡയറക്റ്റ് ചെന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ ഇതേപോലെ ഡോഗ്സും മറ്റു പപ്പീസും മറ്റു പെറ്റ്സൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പർക്ക് വീഡിയോസ് അയച്ചു തരാവുന്നതാണ്. വീഡിയോ എടുക്കും മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് മിനിമം 30 സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക. രണ്ടാമതായിട്ട് നമുക്ക് മലപ്പുറം പാണ്ടിക്കാട് നിന്നാണ് നമുക്ക് പ്രാവുകൾ സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇവിടുന്ന് പ്രാവുകളൊക്കെ കുറച്ചധികം പ്രാവുകൾ നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. സിറാസിൻ്റെ ലാഹോറിൻ്റെ ഒരു മെയിലാണ് വന്നിരിക്കുന്നത്. ഈ മെയിലിന് അവർ ചോദിക്കുന്ന റേറ്റ് 700 രൂപയാണ്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് വരുന്നത് 2 മെയിൽസ് ഉണ്ട്. ലാഹോറിൻ്റെ 2 മെയിൽ ബേഡുകൾ ഒരെണ്ണത്തിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് 700 രൂപയാണ്. ഒരെണ്ണത്തിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അഡൽട്ട് ബ്രീഡിംഗ് മെയിൽസ് ആണ് 2 വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് അവിടെ നിന്ന് ഒരു ഫാൻഡെയിലാണ് വന്നിരിക്കുന്നത്. 500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അത്യാവശ്യം നല്ല ബൂട്ട് ക്വാളിറ്റിയും അതുപോലെ ടെയിലൊക്കെ ഉള്ളതാണ്. 500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നവർ. റേറ്റൊക്കെ എല്ലാം നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. റേറ്റും കാര്യങ്ങളൊക്കെ നെഗോഷ്യബിൾ ആണ്. അടുത്ത ഫാൻഡെയിലിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 1000 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഈ പ്രാവുകളിലൊക്കെ റേറ്റ് എല്ലാത്തിൻ്റെയും നെഗോഷ്യബിൾ ആണ്. എടുക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യുക. റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. രണ്ടാമത്തെ സെക്ഷൻ കുറച്ചധികം പ്രാവുകൾ അതേപോലെ വിഗോവ താറാവിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വന്നിരിക്കുന്നത്. മലപ്പുറം പാണ്ടിക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. വിഗോവ താറാവിൻ്റെ കുഞ്ഞുങ്ങളാണ് വന്നിരിക്കുന്നത്. 1.5 മാസം കഴിഞ്ഞിട്ടുള്ളത്. 210 രൂപയാണ് അതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. വിഗോവ താറാവിൻ്റെ നല്ല അടിപൊളി കുഞ്ഞുങ്ങൾ. ഇതൊരു ലാഹോറിൻ്റെ അടുത്തൊരു മെയിൽ ബേഡാണ് വന്നിരിക്കുന്നത്. 700 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ബ്രീഡിംഗ് മെയിലാണ് വന്നിരിക്കുന്നത്. അടുത്ത് വന്നിരിക്കുന്നത് ഹിപ്പിയുടെ ഒരു മെയിൽ ബേഡാണ് വന്നിരിക്കുന്നത്. സിംഗിൾ പീസ് മെയിൽ 500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ഹിപ്പിയുടെ ഒരു മെയിൽ ബേഡ് 500 രൂപ. അടുത്തായിട്ട് നാടൻ പ്രാവുകളാണ് വന്നിരിക്കുന്നത്. പെയറിന് 300 രൂപയാണ് നാടൻ പ്രാവിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. 2 പെയർ നാടൻ പ്രാവുകളാണ് വന്നിരിക്കുന്നത്. 300 രൂപയാണ് ഒരു പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അടുത്ത് ഫാൻഡയിൽ ഒരു സിംഗിൾ പീസാണ് വന്നിരിക്കുന്നത്. 450 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ചിക്കൻ വന്നിരിക്കുന്നത് മെയിൽ ഫീമെയിൽ നോട്ട് കൺഫേം ആണ്. 450 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ഹിപ്പിയുടെ ഒരു ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. 1300 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. റേറ്റ് എല്ലാതും നെഗോഷ്യബിൾ ആണ്. അടുത്തായിട്ട് മുഗിയുടെ ഒരു പെയറാണ് വന്നിരിക്കുന്നത്. ബ്രീഡിംഗ് പെയർ 500 രൂപയാണ് ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. ബ്ലാക്ക് കളറ് മുഗി ബ്രീഡിംഗ് പെയർ 500 രൂപ. മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാടാണ് ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ അവൈലബിൾ ആണ്. റേറ്റ് എല്ലാം നെഗോഷ്യബിൾ ആണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ലാബിൻ്റെ ഒരു മെയിൽ പപ്പിയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. കോട്ടയം ജില്ലയിൽ കുറേച്ചാലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 8000 രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. 8000 ആണ് ഈ പപ്പിയുടെ മെയിൽ പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഈ ലാബിൻ്റെ മെയിൽ പപ്പിനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോട്ടയം ജില്ലയിൽ കുറേച്ചാലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മെയിൽ പപ്പി 8000.
അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ക്യാറ്റാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അഡൽട്ട് ക്യാറ്റ്, നല്ല ഹെയർ ക്വാളിറ്റി ഒക്കെ ഉണ്ട്. അതിൻ്റെ ടെയിൽ കാണുമ്പോൾ മനസ്സിലാവും നല്ല ഹെയർ ക്വാളിറ്റി ഒക്കെ ഉള്ള നല്ല അടിപൊളി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ സ്റ്റഡ് മെയിലാണ് വന്നിരിക്കുന്നത്. 1.5 വയസ്സിനടുത്ത് പ്രായമുണ്ട്. കോഴിക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 3000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. നല്ല അടിപൊളി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ക്യാറ്റ്. അപ്പോൾ ഈ മെയിലിന് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. 3000 ആണ് ഇതിനായിട്ട് ചോദിക്കുന്ന റേറ്റ്. അപ്പോൾ നമുക്ക് സെയിൽ പോസ്റ്റ് വീഡിയോസ് ഒക്കെ എടുത്ത് അയച്ചു തരുമ്പോൾ ഇതേപോലെ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് മിനിമം 30 സെക്കൻഡുള്ള വീഡിയോസ് എങ്കിലും എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക. മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് എടുക്കുമ്പോൾ നിങ്ങളുടെ പെറ്റ്സിനൊക്കെ മറ്റുള്ളവർക്ക് കൂടുതൽ നല്ല രീതിയിൽ കാണാനൊക്കെ പറ്റുള്ളൂ. അല്ലെങ്കിൽ നീളത്തിൽ പിടിച്ചെടുക്കുമ്പോൾ വീഡിയോ യൂട്യൂബിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ചെറുതായി പോവും. അപ്പോൾ നിങ്ങളുടെ പെറ്റ്സിനെ പെട്ടെന്ന് സെയിൽ നടക്കണമെങ്കിൽ പെറ്റ്സിനെ മറ്റുള്ളവർക്ക് നല്ല രീതിയിൽ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സെയിൽ എടുക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഇതേപോലെയൊക്കെ നല്ല വീഡിയോസ് എടുത്ത് അയച്ചു തരാനായിട്ട് ശ്രമിക്കുക. അതുപോലെ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അടുത്തത് നമുക്ക് ഡാഷ് കണ്ടിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. 2 മെയിൽ പപ്പീസ്, നല്ല അടിപൊളി മെയിൽ പപ്പീസാണ് വന്നത്. ബ്ലാക്ക് ആൻഡ് ടാൻ കളറാണ് വന്നിരിക്കുന്നത്. കോട്ടയാണ് ലൊക്കേഷൻ. ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 3000 ആണ്. 3000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഡാഷ് കണ്ടിൻ്റെ ബ്ലാക്ക് ആൻഡ് ടാൻ കളറ് മെയിൽ പപ്പീസ് മാത്രമേ ഉള്ളൂ. കോട്ടയാണ് ലൊക്കേഷൻ. ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആയിരിക്കും. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. ഒരു അഡൽട്ട് മെയിൽ കാറ്റാണ് വന്നിരിക്കുന്നത്, സ്റ്റഡ് മെയിൽ. അപ്പോൾ ഇതിനവർ ചോദിക്കുന്നത് 5000 രൂപയാണ് ഈ മെയിൽ കാറ്റിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. 1.5 വയസ്സ് പ്രായമാവാറായിട്ടുള്ള ഒരു മെയിൽ കാറ്റാണ്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ. ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഇല്ല, ഡയറക്റ്റ് ചെന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാമെന്നാണ്. 5000 രൂപയാണ് ഈ കാറ്റിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്, മെയിൽ കാറ്റ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഡോബർമാൻ്റെ ഫീമെയിൽ പപ്പീസ് മാത്രമാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഫീമെയിൽ പപ്പീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പേരൻസിൻ്റെ വീഡിയോ നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആലപ്പുഴയാണ് ലൊക്കേഷൻ. അപ്പോൾ ഈ ബ്രീഡർ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. വാട്സപ്പ് ഓൺലൈൻ നമ്പർ. 7500 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. നല്ല അടിപൊളി ഡോബർമാൻ്റെ ഫീമെയിൽ പപ്പീസ് മാത്രമാണ് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ളൂ. ഫീമെയിൽ പപ്പീസ് മാത്രമേ ഉള്ളൂ ഇനി കൊടുക്കാനായിട്ട്. 7500 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. വിത്ത് കേസി ആണെങ്കിൽ 10500 റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. വിത്ത് കേസി 10500, വിത്തൗട്ട് ആണെങ്കിൽ 7500 രൂപ. അപ്പോൾ നല്ല അടിപൊളി ഡോബർമാൻ്റെ ഫീമെയിൽ പപ്പീസിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ്. ബൾക്കായിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. നല്ല അടിപൊളി ഫീമെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത്. നല്ല ബോൺ സൈസൊക്കെ ഉള്ള നല്ല സൈസ് പറഞ്ഞ ഡോബർമാൻ്റെ പപ്പീസ്. അപ്പോൾ ഗാർഡിങ്ങിനൊക്കെ ആയിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്കും അതുപോലെ ബ്രീഡിങ് പർപ്പസിനൊക്കെ ഡോബർമാൻ്റെ ബ്രീഡ് എടുക്കാൻ താല്പര്യമുള്ളവർക്കും എടുക്കാവുന്നതാണ്. ഓൺലി ഫീമെയിൽ പപ്പീസ് മാത്രമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ആഫ്രിക്കൻ ലവ് ബേർഡുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ കോതമംഗലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. ആ ബ്രീഡിംഗ് പെയറുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് കാണിക്കുന്ന ആഫ്രിക്കൻ ലവ് ബേർഡിൻ്റെ പെയറിനായിട്ട് ബ്രീഡിംഗ് പെയറിൻ്റെ ഒരു റേറ്റ് ചോദിക്കുന്നത് 1500 രൂപയാണ്. ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് അവർ ചോദിക്കുന്നത്. എറണാകുളം ജില്ലയിൽ കോതമംഗലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 2400 രൂപയാണ്. ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അപ്പോൾ 2 ആഫ്രിക്കൻ ലവ് ബേർഡിൻ്റെ ബ്രീഡിംഗ് പെയറുകളാണ് നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ജർമ്മൻ ഷിപ്പേർഡിൻ്റെ പപ്പീസുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. എറണാകുളത്ത് അടുത്തൊരു ബ്രീഡറാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി
പപ്പീസാണ് വന്നിരിക്കുന്നത്. ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ഗാർഡിങ്ങിനായാലും പെറ്റ്സായിട്ട് വളർത്താനായാലും നല്ല അടിപൊളി ബ്രീഡാണ് ജർമ്മൻ ഷെപ്പേർഡ്. അത് 8,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. മെയിൽ പപ്പീസും ഉണ്ട്, ഫീമെയിൽ പപ്പീസും ഉണ്ട്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ജർമ്മൻ ഷെപ്പേർഡിൻ്റെ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. പേരൻസിൻ്റെ ഫോട്ടോ നമ്മൾ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഫാദർ വന്നിരിക്കുന്നത്, അതേപോലെ മദറിൻ്റെ ഫോട്ടോ നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് വന്നിരിക്കുന്നത് മദർ. അപ്പോൾ നിങ്ങളിൽ ഡോഗ്സ് മറ്റ് പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതാണ്. നമ്മുടെ വാട്സാപ്പ് നമ്പറാണ് വീഡിയോയുടെ തുടക്കത്തിലും അവസാനം കൊടുത്തിരിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.